നമുക്കൊപ്പം സി കെ പാലക്കാടിൻ്റെ സി കെ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സി കെ. ഞാൻ സി കെയിലേക്ക് വരാം. നമ്മൾ മൈക്കം തരാമോ? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ അവസാനം? എന്താ ഓർമ്മയുണ്ടോ? കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. എന്താണ്? ഊട്ടിയിൽ പോയ സമയത്ത് സി കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് കേട്ടോ. ഞങ്ങൾ അയൽവക്കക്കാരായിരുന്നു അല്ലേ? ഞങ്ങൾ കുറച്ചു കാലം അയൽവക്കക്കാരായിരുന്നു. മാത്രമല്ല സി കെ നല്ലൊരു അധ്യാപകൻ കൂടിയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയിൽ സി കെ വളരെ പ്രാദേശികമായിട്ട് വളരെ സജീവമായ ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല ചൂടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ സ്ഥാനാർത്ഥികളോടെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒന്ന് താഴെ ഇറക്കണം എന്ന് പറയും. ഇതിന് മുകളിൽ കയറിയത് നമുക്ക് അറിയത്തുള്ളൂ. ബൈക്കൊന്ന് പിടിച്ചാൽ മതി, ഞാൻ താഴേക്ക് ഇറങ്ങാം. നമുക്ക് സി കെയോട് ചില വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാലക്കാട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നീക്കം ഇന്നലെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുന്നു എന്നുള്ളൊരു നീക്കം കൂടിയുണ്ട്. ഇതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സി കെയോട് ചോദിക്കാം. മാത്രമല്ല ഇത്തവണ സി കെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എ ക്ലാസ് മണ്ഡലമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു പാലക്കാടിനെ. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാം അല്ലേ? റൈറ്റ്, ഓക്കെ ജാക്കി. അപ്പോൾ വന്നട്ടെ, ഈ പാലക്കാട് കോട്ടമൈതാനവും പാലക്കാട് നഗരവും ഒക്കെ സി കെക്ക് കാണാപ്പാടുക അല്ലേ? പണ്ട് ഇവിടെ നടക്കാൻ വരുമായിരുന്നോ? നടക്കാൻ വരില്ലായിരുന്നു. പക്ഷെ പാലക്കാടിനെ ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് പാലക്കാടിന്റെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഇങ്ങോട്ട് നടക്കാം. കാര്യം ഇവിടെ ഇതിനുള്ളിലൊരു ഞാൻ പറയായിരുന്നു, ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട് അല്ലേ? അവിടെ ഒരു വടമാല വളരെ പ്രസിദ്ധ. വടമാല പ്രധാന വഴിപാടാണ്. അപ്പോൾ നമുക്ക് വലിയ ഇഷ്ടമല്ലേ വട? അപ്പോൾ നല്ല രുചിയുള്ള വട കിട്ടുന്നൊരു വടമാല കൂടിയാണ്. എനിക്ക് വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ അവിടെ? വ്യാഴാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും തിരക്കുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ നിന്ന് വേലയല്ലേ? കഴിഞ്ഞു. ഇന്നലെ വേല കഴിഞ്ഞു. വടക്കന്തര വേലയായിരുന്നു. വടക്കന്തര വേല വളരെ ആഘോഷപൂർവ്വം ആളുകൾ ഏറ്റെടുത്തു. വലിയ തിരക്കായിരുന്നു തോന്നുന്നു അല്ലേ? വലിയ ജനക്കൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് കൂടി വന്നാൽ സി കെ ഇത്തവണ മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 100% തവണ വിജയിക്കാൻ കഴിയുന്നുള്ള കുറച്ച് ആത്മവിശ്വാസത്തിലാണ്. വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് MP ആണ്, മറ്റേത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതൊന്നും ഇത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പാലക്കാട് അതിൻ്റെ വലിയൊരു മാറ്റം ഞങ്ങളുടെ ആദ്യ റൗണ്ട് ക്യാമ്പയിൻ കഴിയുന്ന സമയത്ത് ഞങ്ങൾക്കത് ദൃശ്യമാവുന്നുണ്ട്. ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം തവണ ഉണ്ടാവും. ആ മാറ്റം അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എനിക്ക് 2 ലക്ഷത്തിലേറെ, കഴിഞ്ഞ തവണ 2,18,000 വോട്ടാണ് സി കൃഷ്ണകുമാർ പിടിച്ചത്. എനിക്കൊന്നു പാലക്കാട് മണ്ഡലത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി പിടിച്ച ഏറ്റവും ഉയർന്ന വോട്ടാണ് അല്ലേ? മാത്രമല്ല അസംബ്ലി വരുന്ന സമയത്ത് 2 അസംബ്ലികളിലും പാലക്കാടും മലമ്പുഴയിലും 2ാം സ്ഥാനത്ത് എത്തുക കൂടി ചെയ്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ BJPക്ക് ഒന്ന് ഒത്തുപിടിച്ചാൽ കരകയറാവുന്ന ഒരു മണ്ഡലമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് മാത്രമല്ല, ഒറ്റപ്പാലം, ഷൊർണൂർ മുനിസിപ്പാലിറ്റികളിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് പ്രധാന പ്രതിപക്ഷം. അങ്ങനെ വളരെ പൊളിറ്റിക്കലി BJPക്ക് ഏറെ സാധ്യതകളുള്ളൊരു മണ്ഡലമായിട്ട് പാലക്കാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരുപക്ഷെ തൃശ്ശൂരിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പാലക്കാടാണ്. BJPക്ക് സംഘടനാപരമായിട്ട് വലിയ അടിത്തറ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാലക്കാടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സി കെ പറഞ്ഞു വന്നത് മൊത്തത്തിൽ നല്ല ചൂടല്ലേ പാലക്കാട്? ഭയങ്കര ചൂടാ അല്ലേ? 11 മണിക്ക് അത് ബാധിക്കുന്നുണ്ടോ? ഉച്ച കഴിയുമ്പോഴേക്കും രാവിലെ 11 മണി കഴിഞ്ഞാലുള്ള പ്രചരണം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പാലക്കാട് എല്ലാ കാൻഡിഡേറ്റ്സിനും. പക്ഷേ സി കെക്ക് പരിചയമുണ്ട്, വി കെ ശ്രീകണ്ഠനും സി കെക്ക് പരിചയമുണ്ട്. എ വിജയരാഘവൻ നേരത്തെ വന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ചൂട് മത്സരിച്ചു. ഞാൻ മലമ്പുഴയിൽ മത്സരിച്ച സമയത്ത് പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം മലമ്പുഴയാണ്. അതുകൊണ്ട് 2 അസംബ്ലിയിലും അവിടെ മത്സരിച്ചുകൊണ്ട് ചൂട് അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ സി കെ ഈ പ്രചരണം നടത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചു, ഈ മറ്റെല്ലാ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സി കെ ആയിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് ഏറെക്കുറെ നിശ്ചയമായിരുന്നു. അതെ, ഏറെക്കുറെ ആളുകൾക്ക് ധാരണയുണ്ടായിരുന്നു സി കെ ആവാനാണ്. മറ്റ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സി കെ തന്നെ ആവും എന്നാണ്. ഫോട്ടോയൊക്കെ പല സ്ഥലങ്ങളിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പല പരിപാടികളുണ്ടായിരുന്നു. പദയാത്ര ഉണ്ടായിരുന്നു, ഉപയാത്ര ഉണ്ടായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വളരെ സജീവമായിരുന്നു. ആൾക്കാരൊക്കെ ധാരാളം എല്ലാ മണ്ഡലങ്ങളിലും സംഘടനയെ സജീവമാക്കാൻ പദയാത്ര ഉണ്ട്. ഓക്കെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്ന സമയത്ത് നമ്മളന്ന് ആദ്യത്തെ കൗൺസിലറായിരുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നും സി കെയുടെ ഒരു വളർച്ച എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സി കെ മണ്ഡലത്തിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മൾ പാലക്കാട്ടെ ജനങ്ങളോട് പറയുക? പാലക്കാട് കാലാകാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം പാലക്കാടിൻ്റെ ചികിത്സാ സൗകര്യം. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് 2014 പാലക്കാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട സമയത്ത് പാലക്കാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പാലക്കാട് ചികിത്സ മറ്റുള്ള ജില്ലകളിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ പോകേണ്ടതാണ്. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ കിടത്തി ചികിത്സ ഇനി ആരംഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പാലക്കാട്ടുകാർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ നിരവധി തവണ പറ്റിക്കപ്പെട്ട ആളുകളാണ്. കോച്ച് ഫാക്ടറിയുടെ പേരിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പേരിലൊക്കെ പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ചികിത്സാ സൗകര്യത്തിന്
പരിഹാരമാവുന്ന ആ രംഗത്ത് എയിംസ് പോലെയുള്ള ഒരു സ്ഥാപനം, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം പാലക്കാട് കൊണ്ടുവരാനുള്ള ശ്രമം അത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. അതിൻ്റെ ഒരു കോച്ച് ഫാക്ടറിയാണ് ആൾക്കാർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ കോച്ച് ഫാക്ടറി ഇപ്പോൾ റേബറേലിയിലേക്ക് പോയി. ഇപ്പോൾ കേരള സർക്കാരിനും അതിൽ വലിയ താല്പര്യമില്ല എന്ന രീതിയിൽ കേട്ടു. കാര്യം ആ ഭൂമി തിരിച്ചേറ്റെടുക്കാനൊക്കെ തീരുമാനമാവുന്നെന്ന് അറിയുന്നു. കോച്ച് ഫാക്ടറി 2 മുന്നണികളാണ് ഉത്തരവാദികൾ. 2008 പ്രഖ്യാപിക്കുന്നത്. 2008 പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് UPA സർക്കാരാണ്. അന്ന് പാലക്കാടിൻ്റെ MP NN കൃഷ്ണദാസാണ്. 2008 പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി 2014 പ്രവർത്തനം ആരംഭിപ്പിക്കാൻ അന്നത്തെ UPA സർക്കാർ വിചാരിച്ചാൽ കഴിയായിരുന്നു. അന്ന് കേരളം 2011 മുതൽ 2016 വരെ ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ UDFൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ വീഴ്ച. 8 കേന്ദ്രമന്ത്രിമാരുണ്ട്. ആ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് ഒരു ഫാക്ടറി ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പ്രഖ്യാപിച്ച 2 ഫാക്ടറി റായ്ബറേലിയിലും ചപ്രയിലുള്ള കോച്ച് ഫാക്ടറികൾ രണ്ടും പ്രവർത്തനം. ഇപ്പോൾ എനിക്കൊന്നും അതുകൊണ്ട് തന്നെ മിക്കവാറും റെയിൽവേയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുകൊണ്ട് പാലക്കാട് ഒരു കോച്ച് ഫാക്ടറി പുതിയൊരു കോച്ച് ഫാക്ടറി വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര വലിയൊരു സാധ്യതയായിരുന്നു. വലിയൊരു സാധ്യതയായിരുന്നു. അതിന് പകരം ആ കോച്ച് ഫാക്ടറിക്ക് ഏറ്റെടുത്ത സ്ഥലത്ത് പാലക്കാട്ടിലെ കേരളത്തിലെ യുവാക്കൾക്ക് ജോലി കിട്ടുന്ന ഒരു വലിയൊരു കേന്ദ്ര ഗവൺമെൻറ് സംരംഭം തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ 2 പ്രധാനപ്പെട്ട പ്രോമിസുകളാണ് പാലക്കാടിന് എയിംസ് മാതൃകയിലുള്ള ഒരു ആതുരാലയവും ഒരു ആതുര ചികിത്സാ ഒരു കേന്ദ്രം കൊണ്ടുവരും എന്നുള്ളത്. രണ്ടാമത്തത് തൊഴിലാളികൾക്ക് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ പദ്ധതി, ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മെഗാ പ്രോജക്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒരു മെഗാ പ്രോജക്റ്റ് കോച്ച് ഫാക്ടറിക്കായിട്ടുള്ള നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറിക്കായിട്ട് അവിടെ ഏറ്റെടുത്ത സ്ഥലത്ത് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു രാഷ്ട്രീയം കൂടി, പൊതുവായിട്ടുള്ള രാഷ്ട്രീയം കൂടി ചോദിച്ചാൽ, ഇപ്പോൾ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോവുകയാണ്. അപ്പോൾ പാലക്കാട് 2ാം സ്ഥാനത്ത് എത്തിയത് BJP കഴിഞ്ഞതാണ്. ചെറിയ വോട്ടുകൾക്കാണ് ശ്രീധരന് സ്ഥാനം നഷ്ടപ്പെടുന്നത്. പാലക്കാട് നേരം ഒരുപക്ഷേ വടകരയിൽ നിന്ന് ഷാഫി ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് BJPയുടെ സാധ്യത കൂടുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ ഇവിടെ വരികയാണെങ്കിൽ അടുത്ത ആ തെരഞ്ഞെടുപ്പിൽ, ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ വന്ന പാളിച്ചയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ച് ഇത്തവണ പിടിച്ചെടുക്കുക തന്നെ പറ്റി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാലക്കാട് പിടിച്ചെടുക്കും എന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, ഷാഫി അവിടെ വടകര ജയിക്കുകയാണെങ്കിൽ, വടകരയിൽ പക്ഷേ കടുത്ത മത്സരമാണ്. ഞാൻ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതും വളരെ കടുത്ത മത്സരമാണ്. മൂന്നാമത്തെ BJP സ്ഥാനാർത്ഥി അവിടെ വടകരയിൽ എത്തിയിട്ടില്ല. എനിക്കൊന്ന് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. BDJS ആയിരിക്കും അല്ലേ? അപ്പോൾ പ്രഫുൽ കൃഷ്ണ കാണാൻ പറ്റിയില്ല. പക്ഷേ പ്രഫുൽ കൃഷ്ണ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനമൊക്കെ വളരെ സജീവമാക്കിയിട്ടുണ്ട്. വളരെ നിർണായകമായൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ജിം തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു അല്ലേ? ഓപ്പൺ ജിം 7 വർഷമായി. പോറുണ്ടോ? തുടങ്ങി ജിമ്മിലൊക്കെ പോറുണ്ടോ? ഹെൽത്ത് കണ്ടീഷൻ ജിമ്മൊന്നുമില്ല, വീട്ടിൽ ചെറിയ യോഗ വ്യായാമം RSSന്റെ ശാഖയിലൂടെ കിട്ടിയ. അതെ, അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ പോറുണ്ടോ? ശാഖയിൽ പോറുണ്ടോ? അത്യാവശ്യം പോകാറുണ്ട്. ഒഴിവുള്ള സമയങ്ങളിൽ പോകും. അത്യാവശ്യം ബോഡിയൊക്കെ നോക്കും. പക്ഷെ അതേ ചെറുപ്പക്കാരനായിരിക്കുന്നു. വലിയ മാറ്റമൊന്നുമില്ല. പഴയ അതേ CK ആയി തന്നെ നിൽക്കുന്നു. പക്ഷേ CK പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. പാലക്കാടിനെ അവഗണിച്ചിട്ടിരിക്കുന്ന ഇരു മുന്നണികൾക്കും ബദലായിട്ടുള്ളൊരു മത്സരമായിരിക്കും CK. അപ്പോൾ CK വിശ്വസിച്ചാൽ പാലക്കാടിന് ചിലത് കിട്ടുമെന്നാണ് CK പറയുന്നത്. ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ പത്മജ അടക്കമുള്ള നേതാക്കൾ വരുന്നു. ഇനി മറ്റു നേതാക്കൾ അനിൽ ആന്റണി വന്നു കഴിഞ്ഞു, ടോം വടക്കൻ വന്നു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായും പാലക്കാട് നിന്ന് എന്തെങ്കിലും പോകും. പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഈ രാജ്യത്തെ നയിക്കാൻ നരേന്ദ്രമോദി സർക്കാരിനെ കഴിയുള്ളൂ. മോദിക്കാണ് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള സാധാരണ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഇന്ന് BJPയിലേക്ക് വരുന്നുണ്ട്. ഈ CK സംസാരിക്കുമ്പം പാലക്കാടിൻ്റെ സ്ലാങ് വളരെ കുറവാണ്. പാലക്കാട് ഒരു സ്ലാങ് ഉണ്ടാവില്ല. എനിക്കൊന്ന് നെന്മാറ ഭാഗത്താണ് ഈ പാലക്കാട് സ്ലാങ് ഉള്ളത്. അങ്ങനെ ഒരു സംഭവമില്ലേ? പാലക്കാട് ടൗണിൽ അത് കുറവാണ്. ചിറ്റൂര ഭാഗത്താണ്, ആലത്തൂർ കൊല്ലങ്കോട് ഭാഗത്താണ്. അപ്പോൾ ആ പാലക്കാടൻ സ്ലാങ് ഒന്ന് കേൾക്കണം. ഓർഡിനറി സിനിമയിലാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ബിജു മേനോനാണ് അത് വളരെ പ്രസിദ്ധമാക്കുന്നത്, ഈ പാലക്കാടൻ സ്ലാങ്. അപ്പോൾ പാലക്കാട്ടെ മനുഷ്യരുണ്ടല്ലോ, ഈ ചൂട് കാലത്ത് വളർന്ന മനുഷ്യർക്ക് പ്രത്യേകതയുണ്ട്. അവർ ഏത് സാഹചര്യത്തിലും അവർ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാട് അങ്ങനെ വലിയ കോട്ടയായിരുന്നു ഒരു കാലത്ത്. ആ ചുവപ്പ് കോട്ടയെ തകർക്കാനാണ് CK എന്തായാലും തയ്യാറെടുക്കുന്നത്. അപ്പോൾ CK പാലക്കാട് വോട്ടർമാരെടുത്ത് നിന്ന് വോട്ടം നിർത്തിച്ചോളൂ നമുക്ക് ലൈവായിട്ട്. നമസ്കാരം. ഓക്കെ, പാലക്കാട് വോട്ടർമാരെടുത്ത് CKയുടെ വോട്ടം പേര് തരാം. നമസ്കാരം. വന്നാട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ ആവാം അല്ലേ? അപ്പോൾ ഫോട്ടോയോട് കൂടി നമുക്ക് CK ഒന്ന് യാത്ര അയക്കാം. കാര്യം ഒരാളെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അവിടെ തൃശ്ശൂരേക്ക്
ഇന്നിപ്പോൾ കെ മുരളീധരൻ വരിക. ആ, ആ, ആ. രണ്ട് ഇമോഷണൽ യാത്ര. യാത്രയിൽ ഒന്ന് ഷാഫി പറമ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു, വടകരയിലേക്ക്. മറ്റൊന്ന് വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക്. അപ്പോൾ ഈ രണ്ട് യാത്രകളും കൂടി കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങുകയാണോ? രാവിലെ നേരത്തെ തുടങ്ങാം. രാവിലെ നേരത്തെ തുടങ്ങും. കൺവെൻഷനുകളൊക്കെ ആരംഭിക്കാറുണ്ട്. കൺവെൻഷൻ ഡേറ്റുകൾ 15-ാം തീയതി തൊട്ട് കൺവെൻഷൻ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുമല്ലോ. എത്തും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ കഴിയട്ടെ CK. താങ്ക് യു. അപ്പോൾ നമ്മൾ നമസ്കാരം. ഓക്കെ, അപ്പോൾ CK ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, CK നമ്മുടെ ഒരു പഴയ സുഹൃത്താണ്. പഴയ സുഹൃത്തല്ല, ഇപ്പോഴും നല്ല സുഹൃത്താണ്. അപ്പോൾ CK പറഞ്ഞതുപോലെ പാലക്കാട് മണ്ഡലത്തിൽ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൂടിയായിരിക്കും പാലക്കാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്.